ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അധികമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു കുഞ്ഞനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ജാതിത്തോട്ടമുണ്ട്. ഞാൻ യേശുവിനെ അറിഞ്ഞ നാളുകളിൽ ഈശോയുമായിട്ട് ഒരുപാട് ആത്മബന്ധം എനിക്കുണ്ടായി. സത്യം പറഞ്ഞാൽ എന്നോട് യേശു അധികമായിട്ട് സംസാരിക്കുന്നത് ഒന്നെങ്കിൽ വ്യക്തികളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വചനത്തിലൂടെ ആയിരിക്കും. ഞാൻ എന്ത് ചോദിച്ചാലും അതിന് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടുമായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. അങ്ങും ഇങ്ങും ഒന്നും മാറിപ്പോകത്തില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ഉത്തരം തരുമായിരുന്നു. അങ്ങനെ വളരെയധികം സഹനത്തോടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷനിൽ ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കുന്നു. അന്ന് ഞാൻ ഈശോയോട് ചോദിക്കുകയാണ്, എന്ത് ചെയ്യണം? അന്നേരമാണ് ഈശോ എന്നോട് സംസാരിക്കുകയാണ്. വചനം എനിക്ക് കിട്ടി. വചനം എങ്ങനെയായിരുന്നു? ഞാൻ കർത്താവാണെന്ന് നീ അതരം കൊണ്ട് ഏറ്റുപറയുകയും ഞാൻ മരിച്ചവരിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ ഒരു വചനം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു, കാരണം അത് തുടക്കം മാത്രമാണ്. പക്ഷേ ഒരു വചനം എനിക്ക് കിട്ടുമ്പോൾ ഏകദേശം 1 വർഷത്തിനുള്ളിലാണ് ഈ വചനം എനിക്ക് കിട്ടിയതെങ്കിൽ കറക്റ്റ് ഒരു 1.5 വർഷത്തിന് ശേഷം ഈ വചനം ഞാൻ ലോകത്തോട് ഏറ്റുപറഞ്ഞു. യേശു കർത്താവാണെന്ന് ഞാൻ ലോകത്തോട് ഏറ്റുപറഞ്ഞു. അതായത് ലോകം കേൾക്കെ യേശു ഏക രക്ഷകനാണെന്നും യേശു അല്ലാതെ മറ്റൊരു രക്ഷകൻ ഈ ലോകത്തില്ല എന്നും അവൻ ദൈവപുത്രനാണെന്നും ഞാൻ ലോകത്തോട് ഏറ്റുപറഞ്ഞു. നമുക്കറിയാം മത്തായി 16:16 പത്രോസാണ് ഈ ഒരു ഉത്തരം പറയുന്നത്, അല്ലേ? ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ചുറ്റുമുള്ളവർ പറയുന്നത്, നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്? അപ്പോൾ അവിടെ ഉത്തരം പറഞ്ഞ ഒരാൾ പത്രോസാണ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, പത്രോസേ, ഇത് നിനക്ക് വെളിപ്പെട്ട് കിട്ടിയത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ഇതെനിക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാൻ കാരണം പരിശുദ്ധ അമ്മയെ അറിഞ്ഞ നാൾ മുതൽ അമ്മ യേശുവിൻ്റെ കരങ്ങളിലേക്കാണ് എന്നെ കൊടുത്തത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ദൗത്യമുണ്ട്. എന്താണ്? യേശു ഏകരക്ഷകനാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മൾ കർത്താവിനെ അറിയുമ്പോൾ നമുക്കൊരുപാട് സഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകേണ്ടി വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നിങ്ങൾക്കറിയാമോ, കർത്താവ് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് തരികയാണ്. ഇനി നീ പരിശുദ്ധ അമ്മയോട്, എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മയിലൂടെ ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നതായിരുന്നു പിന്നീടുള്ള അരുളപ്പാട്.